ശരിക്കേ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒറ്റവാക്കി ചോദിച്ചാൽ എന്താണ് നമ്മുടെ ഉദ്ദേശം? കാരണം ഒരു വീട് വെക്കണം, ആരും പറ്റിക്കപ്പെടാതെ ഒരു അടിപൊളി ഒരു വീട്. ഓക്കെ, അതിന് എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ അഡ്വൈസ്, സംശയ നിവാരണങ്ങൾ വേണമെങ്കിൽ സംശയ നിവാരണങ്ങൾ, പിന്നെ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള വിശദമായ ഒപ്പീനിയൻ വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ എക്സ്പെർട്ട് അഡ്വൈസ് വേണമെങ്കിൽ അത്, അല്ലേ? ഈ എക്സ്പെർട്ട് അഡ്വൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ സംശയത്തോടെ ചോദിക്കുക, എക്സ്പെർട്ട് അഡ്വൈസ് ആരാണ് എക്സ്പെർട്ട്? അതെ, തീർച്ചയായിട്ടും. എക്സ്പെർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ന് കേരളത്തിലുള്ള ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ആർക്കിടെക്ട് എഞ്ചിനീയേഴ്സിനൊക്കെ നമ്മളിവിടെ കൊണ്ടിരിക്കും. തീർച്ചയായും നമ്മുടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ട്, അത് നിങ്ങളൊന്ന് പറഞ്ഞേ. ആർക്കിടെക്ട്സിനും എഞ്ചിനീയേഴ്സിനും മാത്രം പങ്കെടുത്താൽ മതിയോ? പോരാ. സാധാരണക്കാരായ വീട് വെക്കുന്ന ഒരാൾക്കും ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കണം. പറ്റും. സാധാരണക്കാരെ വീട് വെക്കുന്ന പറഞ്ഞാൽ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, അതിനകത്തൊരു ഗുണമുണ്ട്. എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ വിഷമം അറിയത്തുള്ളൂ. ഒരു അയാളുടെ സംശയങ്ങൾ, ഒരു വീട് വെക്കുമ്പോൾ എന്തൊക്കെയാണ് അയാൾക്കുള്ള സംശയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ ഒരു വ്യക്തിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അയാൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, അത് കുറച്ച് ബെറ്റർ ഐഡിയ ആയിരിക്കും എനിക്ക് തോന്നുന്നു, അല്ലേ? എനിക്ക് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു കസ്റ്റമർക്ക് അയാൾക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. വീട് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ ഒരു സാധനം ഉണ്ടല്ലോ, ഭാര്യയും കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ചിറങ്ങാൻ ഒരു മരത്തണലായാലും മതി, അതിനും പറയുന്ന പേര് വീട് തന്നെയാണ്. പക്ഷെ അത് സത്യമല്ലേ? സീരിയസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മൾ ഈ പറയുന്ന ഈ ആൽമരച്ചുവട്ടിൽ ആളുകൾ, അതായത് നമ്മൾ ഈ നാടോടികൾ എന്ന് പറയുന്ന ആൾക്കാർ, അവരൊരു സ്ഥലത്ത് പാചകം ചെയ്ത് അവരുടെ കുട്ടികളെ ഒരു തൊട്ടിൽ കെട്ടിയിട്ട് അതിനകത്ത് ആട്ടിയിട്ട് അവർ മനോഹരമായിട്ട് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ട്. അതും വീടാണ്. അതുപോലെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നമ്മുടെ അംബാനി അല്ലേ, നമ്മൾ പല ആൾക്കാർ വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത്രയും കോടിയാണോ ഈ ബിൽഡിങ്ങിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട്, അതും വീടാണ്. അപ്പം അതാണ് ശരിക്കുള്ള സാധനം. നമുക്ക് സ്വസ്ഥമായിട്ട്, അതാണ് മനസ്സമാധാനത്തോട് കൂടിയിട്ട് താമസിക്കാൻ ഒരിടം. യഥാർത്ഥത്തിൽ ഒരു വീട് വെക്കുന്ന ഒരാൾക്ക് ആ ആളുടെ എല്ലാ സംശയങ്ങളും, ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള സംശയങ്ങൾ, അവർക്ക് എന്തും പറയാനായിട്ടുള്ളൊരിടം, അതിന് എന്ത് വലിയ കാര്യമാണെങ്കിലും എന്ത് വലിപ്പമുള്ളവൻ്റെ കാര്യമാണെങ്കിലും നമുക്കിവിടെ സംസാരിക്കാം. അതെ അതെ, അത് വലിപ്പമില്ലാത്ത കാര്യമാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ നമ്മളെ ഒരു സ്റ്റാർട്ടിങ് ആണ്. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ കാണുന്ന നിങ്ങളിൽ ആർക്കും ഇവിടെ ഞങ്ങളോടൊപ്പം വന്നിരിക്കാം. തീർച്ചയായും അല്ലേ? കാമ്പുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് കഴമ്പുള്ളൊരിടം, അങ്ങനെ നമുക്കിത് പറഞ്ഞു നോക്കാം. അത് നാവിൽ സരസ്വതി വരുന്ന എപ്പോഴാണെന്ന് അറിയാൻ മേലണ്ട വന്ന് പോകുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ ചതിക്കപ്പെടുമോ എന്നുള്ള ധാരാളം ഭയമുണ്ട്. ഇപ്പം നമ്മൾ നിലവിൽ പല സാഹചര്യങ്ങളും, പ്രത്യേകിച്ചും കെട്ടിട നിർമ്മാണ മേഖലയിൽ നമ്മൾ കാണുന്നതാണ് അജ്ഞതയെ എങ്ങനെ മറ്റുള്ളവർ മുതലെടുക്കുന്നു എന്നുള്ളതാണ്. ഈ അജ്ഞത തുടങ്ങുന്നതിൽ ആദ്യം തന്നെ മുതലെടുക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഞാൻ തമാശ പറഞ്ഞതല്ല. ഒരു വീട് വെച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, പിന്നെ അയാൾ ഭയങ്കര സംഭവം, അവർ തന്നെ കോൺട്രാക്ടറാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ ആര് പറയുന്നത്, ലാസ്റ്റ് ഒപ്പീനിയൻ പുള്ളി പറയുന്നത്, ഫൈനൽ ഒപ്പീനിയൻ പുള്ളിയുടെ ആണ്. അത് ഇപ്പം എന്ത് പറഞ്ഞാലും വീട്ടുകാർക്ക് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ഈ നമ്മുടെ പാവപ്പെട്ട പ്രവാസികളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പം ഇവരുടെ വൈഫായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ നാട്ടിൽ നോക്കിയത്. അപ്പം സ്വാഭാവികമായിട്ട് ഈ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് കുറേ പരിധികളുണ്ട്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുടെ കടന്നുവരവെന്ന് പറയുന്നത്. എക്സ്പെർട്ടൈസ്. പുള്ളി വന്നിട്ട് ഇത് ഒന്നായിട്ട് കൊളാക്കും. അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ധാരാളം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരു വീട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കുന്നതാവട്ടെ, എന്ത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും നമുക്കൊരു ഒപ്പീനിയൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ആ ഒപ്പീനിയൻ അത് കറക്റ്റാണോ എന്നുള്ളത് അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതിൽ നിന്ന് ഏത് ഫിൽട്ടർ ചെയ്ത് കാണണമെന്ന് ആർക്കും അറിയില്ല. കറക്റ്റ്. ഇപ്പം ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ഇനി ഇൻറ്റീരിയറിലൊരു നമുക്കൊരു വാർഡ്രോബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പം മറൈൻ പ്ലൈവുഡ് ഉണ്ട്, ഇപ്പം WPC, ഇപ്പം NTS അല്ലേ, അങ്ങനെയല്ലേ പുതിയ സാധനം, അങ്ങനെ. അപ്പം ഇതിലൊക്കെ ഏതാണ് ചൂസ് ചെയ്യുക? എല്ലാ വീഡിയോയിലും ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ഇത് നല്ലതായതുകൊണ്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. ഏതൊരു കേസിലും ഇതിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ബ്രിക്സ്, നമുക്ക് നോർമലി കണ്ണൂർ കല്ല് അവൈലബിൾ ആണ്, നമ്മുടെ ചുടുകല്ല് അവൈലബിൾ ആണ്, പിന്നെ നമ്മുടെ സോളിഡ് ബ്ലോക്ക്, ഇപ്പം ബ്രിക്ക്, ഇങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പം ഇതെല്ലാം നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഇത് എപ്പോഴും ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം, ഏതൊരു സാധനവും നമുക്ക് ക്വാളിറ്റി ഉള്ളതും ലാഭകരവുമാവുന്നത് നമ്മുടെ ആ ഒരു ചുറ്റുപാടിനെ അപേക്ഷിച്ചിട്ടാണ്. തീർച്ചയായും അല്ലേ? അതെ, തീർച്ചയായും.
അപ്പോൾ മാക്സിമം ഒരു വീട് വെക്കുമ്പോൾ ഏറ്റവും ലാഭകരമാക്കാന്ന് വെച്ചാൽ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ, അങ്ങനെയുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് തന്നെയായിരിക്കും നമ്മുടെ ക്ലൈമറ്റിനും നമ്മുടെ ആ ഒരു സിറ്റുവേഷനും ഏറ്റവും കൂടുതൽ യോജിച്ചത്. അതെ, ഡിപ്പെൻസ് ആണ്. ഇതിപ്പോൾ ചെയ്യുന്ന ആൾക്കാർ പോലും അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കും നമ്മൾ ആരാണെന്നുള്ളൊരു ചോദ്യം. നീ ആരാ ഇത് പറയാ അല്ലേ? താനാരാ? അതെ, പറയൂ, താനാരാ? ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ രംഗത്ത് ഒരു 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. നേരത്തെ ഞാൻ ശരിക്കും പുറത്തായിരുന്നു, UAE-യിലായിരുന്നു, ഡിസൈനിങ് ഫീൽഡിലായിരുന്നു. നാട്ടിലേക്ക് വന്നു. നമ്മൾ അന്ന് ഞാൻ വരുന്ന സമയത്ത് ഈ ഹോം ടൂർ എന്ന പരിപാടിയൊന്നും യൂട്യൂബിൽ കാണാറില്ല. അന്ന് ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ട്, നമ്മൾ പലപ്പോഴും പറഞ്ഞ കണക്ക്. ആ ഒരു സാധനം അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. ഇന്ന് അത്തരം വീഡിയോസിന്റെ ബാഹുല്യമാണ് പിന്നെ അല്ലേ. ഹോം ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കും ചെയ്യാൻ പറ്റും. ഒരു വീട് പോയി കാണുന്നു, അവരുടെ അടുത്ത് ചോദിക്കുന്നു ഷൂട്ട് ചെയ്തോട്ടെ എന്ന്. ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയുടെ വീട് ഷൂട്ട് ചെയ്തിട്ടും തമ്പനയിൽ 10 ലക്ഷം രൂപയുടെ വീട് വീട്ടുകാർ പോലും അറിയില്ല. ഇങ്ങനെ കുറേ ഉടായ്പ്. അപ്പം ഇങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടത് വന്നതിൻ്റെ ഒരു ഇതിലാണ് നമുക്കറിയാവുന്ന കാര്യം എന്തുകൊണ്ട് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ടിയും തുടങ്ങുന്നതാണ്. ഇത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്, അതിലുപരി എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്, അത് പറയണം. അതായത് ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണുള്ളത്, ആറ്റിങ്ങിലാണ്. അവിടെ ഒതുങ്ങി പോകേണ്ടുന്ന ഞാൻ ഇന്ന് കേരളത്തിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ സംശയം ചോദിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കൺസൾട്ടിംഗ് ഉണ്ട്. ആ മേഖലയിലേക്ക് എത്താൻ സാധിച്ചത് നമ്മുടെ സുനീർ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ. അപ്പോൾ ഓൾറെഡി ഒരു ഡിസൈനറാണ്, ബിൽഡിംഗ് ഡിസൈനറാണ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. അരുൺ ബ്രോ, നിങ്ങളാരാ? അപ്പം ഞാൻ എൻ്റെ ഒരു പറയുകയാണെങ്കിൽ നമ്മൾ ടൈൽസ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഏകദേശം ഒരു 10-14 വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ട്. ഇടയ്ക്ക് കുറച്ച് നാൾ നമ്മുടെ ഇലക്ട്രിക്കൽ മേഖലയിൽ ഹാവൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു കമ്പനി സ്റ്റാഫ് എന്ന രീതിയിൽ തുടങ്ങി, പിന്നീട് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ളൊരു ബിസിനസ് രീതിയിലേക്ക് ഇത് മാറ്റിയെടുത്തു. ഇപ്പോൾ ടൈൽസുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് തൊട്ട് അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു 14 വർഷമായിട്ട്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ തരം ടൈലുകളുണ്ട്, ഏത് ടൈലാണ് നല്ലത്, ഈവൻ ബ്രാൻഡഡും അൺബ്രാൻഡഡ് ടൈലും ഉണ്ട്, അത് എങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നു, അത് ഏതൊക്കെ ടൈല് കോസ്റ്റ് കുറച്ച് നിർത്തി നല്ല ടൈൽ എങ്ങനെ വാങ്ങിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിന്ന് പഠിച്ചു. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ബഡ്ജറ്റ് ഏറ്റവും കോസ്റ്റ് കുറച്ച് വീട് വെക്കുമ്പോൾ ടൈൽ ഒരു ഫാക്ടറാണ്. കാരണം ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. അതെ, അത് നമുക്ക് ഓരോന്ന് കൊണ്ടുവരാം. ചാനലിന്റെ പേരും കൂടെ പറയും. എന്റെ ചാനലിന്റെ പേര് കൊതിയൻസ് ആണ്. ഇതൊക്കെ ചോദിക്കാം, ഇയാളാരാ? എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനെന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ഇതുപോലുള്ള വീഡിയോസ് തന്നെ, അതായത് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റീരിയർ വീഡിയോസാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഇന്റീരിയർ വീഡിയോസ് അല്ല, നിങ്ങളെ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വെച്ചപ്പോൾ എനിക്ക് സേഫ് സോൺ, എനിക്ക് അറിയുന്ന സോൺ ഇത് മാത്രം. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ചിന്തിച്ചത് എപ്പോഴും എൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് ആൻഡ് അനാലിസിസ് ആണ്, ഇൻറ്റീരിയർ മെറ്റീരിയൽസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയുന്ന സാധനം അത് തന്നെയാണ്. ഇങ്ങനൊരു ചാനൽ തുടങ്ങി, അത് പെട്ടെന്ന് രക്ഷപ്പെട്ടു. എനിക്ക് ബ്രാൻഡായതിൻ്റെ പേരായിരുന്നു, അതെൻ്റെ സുഹൃത്തിട്ടാണ് ഗിരീഷ്. അങ്ങനെ ഡോക്ടർ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞ ചാനലിലൂടെയാണ് ഞാനും 4 പേര് അറിയപ്പെട്ടു തുടങ്ങിയത്. എന്തായാലും ഒരുപാട് സന്തോഷം. ശരിക്കും എന്തുകൊണ്ട് നമ്മൾ 3 ആള് ഒരു പ്രധാന സാധനമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് ചാനലാണ് അല്ലേ, പോഡ്കാസ്റ്റ്. എന്തിനാ ഈ പോഡ്കാസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം അതിന് ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ആർക്കും വരാം, എപ്പോഴും വരാം, എങ്ങനെയും വരാം. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സാധനത്തിനായിരിക്കണം. തീർച്ചയായും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ വീട് എന്ന് പറയുന്ന ഒരാളുടെ സ്വപ്നമാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു നെയിലാണെങ്കിലും അത് കൃത്യമായിട്ട് ജെനുവിൻ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യമായിരിക്കും നമ്മൾ ഈ ഒരു സാധനത്തിൽ മുൻതൂക്കം കൊടുക്കുന്നത്. ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ്, ഒരു മായം കലരാത്ത ഒരു ബിൽഡിംഗ്. വളരെ കറക്റ്റ് വേർഡിൽ അവസാനിപ്പിക്കാം. ഒരു മായം കലരാത്ത ഒരു ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു മായം കലരാത്ത ഒരു പോഡ്കാസ്റ്റ് ചാനൽ. അപ്പോൾ നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് ചാനലിന്റെ പേര് അങ്ങനെ അനൗൺസ് ചെയ്താൽ കാണാം. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈ ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്.